ഇതാണ് പനമണ്ണ എന്ന് പറയുന്ന ഗ്രാമം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് കാഴ്ചകൾ കാണാനും അതുപോലെ ഇവിടുത്തെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒന്ന് മുകളിലിരുന്നിട്ട് നല്ലൊരു വ്യൂ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നും കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇനി കാണാം. ഈ ഒരു തോട്ടത്തിനകത്തൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ കൂടെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പോകാമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അതിന് കുറച്ച് അപ്പുറത്തുള്ള ആ റബ്ബർ തൊടീൻ്റെ ഉള്ളിലൂടെ പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബൈക്ക് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ പോവാം. നമ്മളിപ്പോൾ കയറി റബ്ബർ തൊടീൻ്റെ ഏതാണ്ട് സൈഡിൽ കൂടെ കയറി ഇട്ടിയമലയിലേക്കുള്ള വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടുകാരനുണ്ട് കൂടെ. ഇത് അപ്പുറത്തൊരു പാറയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. പാറ സൈഡിലൂടെ രണ്ട് വഴി പോകുന്നുണ്ട്. എന്തായാലും ഈ വഴി പോയി നോക്കാം. ഇവിടെ ചുറ്റും ഫുള്ള് അടിപൊളി വൻ സെറ്റപ്പുള്ള കാടുകളാണ്. ഫുള്ള് റബ്ബറാണ്. നമ്മൾ ഏതാണ്ട് കുറച്ച് ദൂരം മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് പാടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കുറച്ചും കൂടി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും. നമ്മളൊരു ഓപ്പൺ സ്പേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കാണാം ഇതാ ഒരു അടിപൊളി വ്യൂ. മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി കിട്ടുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി സംഭവമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിയ ഒരു പാറ മുകളിൽ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന പാറ മുകളിലേക്ക് പോകും. നമ്മളൊരുവിധം കിതച്ചാലും അതിശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് കാട് പിടിച്ചിടക്കുക. അതിന് മുന്നേ ഈ സ്ഥലത്ത് റബ്ബർ വെട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് റബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടുന്ന സമയത്തായിരുന്നെങ്കിൽ ഇവിടെ നല്ല രീതിയിലൊരു ചെറിയ റോഡുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് അത് നശിച്ചു പോയി എന്ന് വെച്ചാൽ റോഡ് മൊത്തം കാട് പിടിച്ച മാതിരിയായി. ഇതിങ്ങനെ ഈ വഴി അങ്ങോട്ട് ചാടി കയറാം. അപ്പോൾ അപ്പുറത്തെ പാറയിലോട്ട് എത്തും. പക്ഷെ നമ്മൾ അവിടെ ഈ കുറേ ചപ്പും ചവറൊക്കെ ഉള്ളത് കാരണം ഈ റബ്ബർ തൊടീൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഷോർട്ട് കട്ട് എടുത്ത് അങ്ങോട്ട് പോകാനാണ് പ്ലാന്. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇതാണ് പനമണ്ണ എന്ന് പറയുന്ന ദേശം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുവിധം പനമണ്ണയത്തെ ഒരുവിധം എല്ലാ സംഭവങ്ങളും കാണാം. ഇതിപ്പോൾ വൈകുന്നേരം ഒരു 4-4:30 കാണൂല്ലേ. 4:30 മണി ആയതുകൊണ്ടാണ് ഒരു എഫക്റ്റ് ഒന്നും പോരാ. ചിലപ്പോൾ ഈ രാവിലെ നേരത്ത് സൂര്യൻ ഉദിച്ചുകൊണ്ട് വരുന്ന ആ സമയത്തൊക്കെ വരികയാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി പിക്ചേഴ്സ് എടുക്കാനും അതുപോലെ നല്ല വ്യൂവും കിട്ടും. പിന്നെ നല്ല ക്യാമറയും കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇതൊരു ചെറിയ തുരുത്ത് പോലെയാണ്. ഇതാണ് ഇവിടെ മൊത്തം കണ്ടങ്ങളാണ്. ഇത് ആ ഒരു തുരുത്ത് എന്ന് പറയുന്നത് ഈ കണ്ടങ്ങളും കൊണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തുരുത്താണ്. അതിൻ്റെ ഏകദേശം അവിടെ ഇട്ട് ഈ ഭാഗത്തായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ അങ്ങനെ നമ്മൾ റബ്ബർ തൊടീൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണമെങ്കിൽ അവിടേക്ക് എത്താൻ, മെയിൻ പാറയിലേക്ക് എത്താൻ. അപ്പോൾ ഞാൻ ഇവിടെ വേറെ സാധനം കാണിച്ചു തരാം. ഇത് ഒരാൾ വന്നിട്ട് കളച്ച മാതിരിയൊക്കെ തോന്നും. പക്ഷേ ഇതൊക്കെ പന്നി കുത്തി നിരത്തണതാണ്. ഈ പ്രദേശം മൊത്തം കാട്ടുപന്നികൾ ഒരുപാടുണ്ട്. അത് കളച്ച മാതിരി ആക്കിയേക്കാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഇതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് പകുതി ദൂരം കയറി എത്തിയേക്കാണ്. ഈ റബ്ബർ തൊടി വഴി തന്നെ ആയതുകൊണ്ട് പിന്നെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം പന്നിയുണ്ട്, പിന്നെ ഇടയ്ക്ക് നരിമടയൊക്കെ ഉണ്ട് എന്നൊക്കെ പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സ്ഥലമാണിത്. നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ അവിടെ എന്തോ ഒരു സംഭവം കേട്ടോ, ഒരു കൊക്കമാരെ കാണാനുണ്ട്. നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അവിടെ എന്താ സംഭവം നോക്കിയിട്ട് വരാം. സംഭവം വളരെ സിമ്പിളാണ്. ഈ മലയുടെ ചോട്ടിലുള്ള കുറച്ച് വീടുകളും സംഭവങ്ങളാണ്. ഈ ഒരു സൈഡത്തെ വീടുകളാണ്. അതുപോലെ ഇവിടുന്ന് വഴിക്ക് വീണാൽ എൻ്റെ പണി പാളും. വലിയൊരു കുണ്ടിലേക്കാണ് ഞാൻ വീഴാൻ പോവുക വഴിക്ക് കഴിഞ്ഞാൽ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു ചെറിയൊരു കോറീൻ്റെ ഒരു സംഭവമുണ്ട്. പണ്ട് കാലത്തുണ്ടായിരുന്ന കോറിയാണ് തോന്നുന്നുണ്ട്. ഈ ഒരു മല, ഈ ഷേപ്പ് കണ്ടിട്ട് ഇത് വരോട് ഭാഗത്തുണ്ടായിരുന്ന മലയാണ് അല്ലേ. ഇത് വരോട് ഭാഗത്തുള്ളൊരു സംഭവമാണ്. വരോടിൻ്റെ അപ്പുറത്ത് കാണുന്ന മലയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ
ആ ഭാഗമൊക്കെ വരോടാണ്. ഇവിടുന്ന് കാണുമ്പോൾ എത്ര അടുത്താണ്, വണ്ടിയിൽ പോകുമ്പോൾ 2 കിലോമീറ്ററിൻ്റെ അധികം ഉണ്ട്. ഇവിടെ ചെറുതായിട്ടൊരു കോറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കോതകുറിശി ഭാഗത്താണ്. കോതകുറിശി വരോടിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു കോറി എന്ന് പറയുന്നത്. ഇത് ഈ അടുത്ത് തുടങ്ങിയതാണ്. ഇങ്ങനെയൊക്കെ എന്ത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. മൂന്നാർ ഊട്ടിയൊക്കെ ഇത് തന്നെയാണ് ഞങ്ങളുടെ. നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇങ്ങനെ ആയിട്ട് ഒരു ചെറിയൊരു പാറ സ്പേസ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് കയറി നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കോറിയിലത്തെ വെള്ളമൊക്കെ നേരെ കാണാൻ പറ്റുന്ന തോന്നണേ. സൂക്ഷിച്ചു പോയട്ടോ. ഈ കല്ല് ചവിട്ടരുതേ, വഴുക്കി. ഈ കല്ല് പിടിക്കുകയും ചെയ്യരുത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഈ പാറയുടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പാറയിൽ നിന്ന് നോക്കുമ്പോൾ അത് ആ കോറി കാണുന്നു, പഴയൊരു കോറി. ആ ഒരു സ്ഥലം കണ്ട ഈ ഭാഗത്തായിട്ടാണ് ഒറ്റപ്പാലം നഗരം. ആ ഒരു ഭാഗത്തായിട്ടാണ്. അവിടെ ഒരു ഫ്ലാറ്റ് മാത്രം കാണാനുണ്ട്. അത് നമ്മുടെ ലക്ഷ്മി തിയേറ്ററിൻ്റെ അവിടെയുള്ള ഫ്ലാറ്റല്ലേ ഇത്? ആ ലക്ഷ്മി തിയേറ്ററിൻ്റെ അവിടെയുള്ള ഫ്ലാറ്റാണത്. അപ്പോൾ ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പനമണ്ണയിലോട്ട് വരിക. ഞാൻ ചാടാൻ പോവാ. അയ്യോ, അവിടെ ഒരു പരുന്തല്ലേ, മയില്. അയ്യേ, നല്ലൊരു ഷോട്ട് മിസ്സാടോ. ഇവിടെ അങ്ങനെ ഒരു ചെറിയ വീടൊക്കെ ഇവിടെ ഇതിൻ്റെ മുകളിലുണ്ടെങ്കിൽ വൈകുന്നേരത്ത് ഇങ്ങനെ ഈ പാറയുടെ മുകളിൽ ഇരുന്നിട്ട് ഈ ഒരു ഒറ്റപ്പാലം നഗരം മൊത്തം ഇങ്ങനെ കാണാൻ നല്ലൊരു രസമാണ്. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ ചൂടിന് മെയിനാണ്. അതുകൊണ്ട് ചൂട് എല്ലാ സമയത്തും ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ ആ ഒരു മല കാണുന്നുണ്ടല്ലോ, ഈ ഒരു മലയാണ് അനങ്ങമല. അനങ്ങമലയുടെ എക്കോ ടൂറിസമൊക്കെ ഉണ്ട് അവിടെ കോതകുറിശി കീഴൂർ റോഡ് ഭാഗത്ത്. അപ്പോൾ അങ്ങോട്ടൊക്കെ വന്നവരാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, ഒരു കമൻറ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രകൃതിയിലൂടെ ആസ്വദിച്ചു. ഇനി നമ്മൾ കയറാൻ പോവാണ്. ഇപ്പം ഇവിടെ സെറ്റ് ആയിക്കണം ഇരുന്നിട്ട്. നമ്മളിനി ഈ കാട് വഴി തന്നെ ഉള്ളോട്ട് കയറി പോവാണ്. നമ്മൾ അവിടുന്ന് കണ്ട പാറയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തും കൂടി ഉണ്ട് ഒരു പാറയും കൂടിയും. ആ കാടിൻ്റെ ഉള്ളിലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഇവിടെ റോഡ് കാണുന്നുണ്ട്. ഈ റോഡിലൂടെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് മല ഇങ്ങനെ ഇറങ്ങി പോകണ്ടോ. ഒന്ന് വഴുക്കി കഴിഞ്ഞാൽ നേരിട്ട് അതിൻ്റെ അടിയിലെത്താം. പക്ഷേ നമ്മൾ ഒഴുക്കാണ്ട് പോകണം. അതിനും വേണ്ടി ഇത്തിരി കനം കൂടി ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കണേ. ഇതാ റോട്ടിലൂടെ ഒരു ബൈക്കൊക്കെ പോകുന്നുണ്ട്. ക്യാമറയിലൂടെ ഭയങ്കര ചെറുതായിട്ട് ഒരു ഉറുമ്പാണ് ഇങ്ങനെ പോലെ പോകണത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ബൈക്കിനെ കാണാണ്ട്. ഫുള്ള് പാടം, മലയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമം. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഏകദേശം വൈകുന്നേരം ഇപ്പോൾ ഒരു 5-5:30 ആയി കാണും. 5:30 ആയിക്കണം. അതുകൊണ്ട് ഇരുട്ടിങ്ങനെ കുറച്ച് ഈശ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ചെറുതായിട്ട് കാണാണ്ട് നമ്മുടെ പാറ. അപ്പോൾ നമ്മൾ ഈ വഴി അങ്ങോട്ട് പോയി നോക്കാം. പണ്ട് കാലത്താട്ടോ നരിമടയൊക്കെ ഉണ്ട് പറഞ്ഞ്. ഇന്നത്തെ കാലത്തൊന്നും അതിനെ ആരും കണ്ടിട്ടൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഇരിക്കാനും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പിക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു പാറയാണ് ഈ പാറ. അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഈ മതിൽ ചാടി കിടക്കണം. മതിലല്ലേ, വേലി. അത് നേരത്തെ കാണിച്ച സ്ഥലം തന്നെ. ഇങ്ങനെ ഒരു പ്രദേശത്ത് ഷൂട്ടിങ്ങിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡയറക്ടർമാർക്കൊക്കെ ബന്ധപ്പെടാം. എൻ്റെ പാറ അല്ലെങ്കിലും ഞാൻ അനുവാദം തരും. എന്ത് ഭംഗിയാണ് നോക്കി നോക്കാം. നിരനിരയായിട്ട് റബ്ബറോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. ഫുള്ള് മല. പിന്നെ ദാണ്ട് കാണുന്നതാണ് അനങ്ങമല. അപ്പോൾ അനങ്ങമലയിൽ കയറണമെന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് കയറി കഴിഞ്ഞാലേ പല വിധത്തിലെ ബുദ്ധിമുട്ടാണ്. തലയും കുത്തി താഴെ വീഴും. പിന്നെ അനങ്ങമലയ്ക്കൊരു ചരിത്രമൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞ് ഞാൻ എക്കോ ടൂറിസം പോകുമ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എക്കോ ടൂറിസം വഴി അനങ്ങമലയുടെ മുകളിലേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കയറിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി മഞ്ഞ് വീണത് മാതിരി ആയിട്ടുണ്ട്. ഒരു മയില് അറിയുന്ന സൗണ്ട് ഇവിടുന്ന് കേൾക്കാണ്ട്. പക്ഷെ അതിനെ കാണാനൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും കാണുന്ന ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ എത്തണം.
അവിടെ നിന്ന് ഇത്രയും ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ്ട് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു 7-Upൻ്റെ ബോട്ടിലും കിടക്കുന്നുണ്ട്, ഒരു കവറും വേസ്റ്റും കിടക്കുന്നുണ്ട്. അപ്പോൾ രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ വെള്ളമടിച്ചിട്ട് വേസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും. ഒരുവിധം എല്ലാവർക്കും യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഭയങ്കര ജീവനായിരിക്കും. ഓരോ സ്ഥലങ്ങൾ കാണാനും, അതുപോലെ മണാലി പോകണം, അതുപോലെ വേറെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ഇതുപോലെ ചെറുതായിട്ടുള്ള നമ്മൾ ചിലപ്പോൾ കണ്ട് ശീലിച്ച് നമുക്കതൊരു ഭംഗിയായിട്ട് തോന്നില്ല. പക്ഷേ പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് അത് ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാമം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വ്യൂ ആയിട്ട് കാണാനുണ്ട്. വളരെ മനോഹരമായിട്ട് പച്ച പരവതാനി വിരിച്ച പോലെ കിടക്കുന്ന നമ്മുടെ പനവണ്ണ എന്ന് പറയുന്ന ഒറ്റപ്പാലത്തിന് ഏകദേശം 4-5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇങ്ങോട്ട്. കാണാൻ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞൊരു സ്ഥലമാണിത്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് 64 ഇല്ലങ്ങളുണ്ടായിരുന്നൊരു സ്ഥലമാണ് ഈ പനവണ്ണ എന്ന് പറയുന്നത്. ആ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. അവിടേക്ക് നമ്മൾ ഒരുപാട് വ്ളോഗ്സൊക്കെ അങ്ങനെ ഒരുപാടുണ്ട് ആ ക്ഷേത്രത്തെ കുറിച്ചുള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഒരിക്കൽ പോയിട്ട് വീണ്ടും ഇതേപോലെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്ന് പറയും. ഈ ഒരു സ്ഥലം മൊത്തമായിട്ട് ആ ഒരു തേവരുടെ സ്വന്തം എന്നാണ് പറയാറ്. എല്ലാം തേവരുടെയാണ് ഈ പനവണ്ണ. അങ്ങനെയാണ് ഇവിടുത്തെ നാട്ടുകാർ പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നതും. അങ്ങനെ തന്നെയാണ് എല്ലാവരും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ആ ഒരു ചിട്ടയിലൂടെയാണ് ആൾക്കാർ നടക്കുന്നത്. ഇപ്പോൾ എന്തായാലും സമയം 5:45 കഴിഞ്ഞ് 6 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ഏകദേശം ഇരുട്ടൊക്കെ വരും. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ റബ്ബർ തൊടി കൂടെ അടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാമ്പ്, വമ്പാല, അതുപോലുള്ള പല ജാതി പാമ്പുകൾ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അധികം ലേറ്റ് ആക്കുന്നില്ല. എന്തായാലും വീഡിയോ അത്രയും കണ്ടവർക്ക് നന്ദി. ഇതുപോലെ മറ്റ് അടിപൊളി ഈ ചുറ്റുപാടുമുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും അതുപോലെ നല്ല മലകളും കാടുകളും ഒക്കെ ഇതുപോലെ ഇനിയും ഇടുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.